സൂക്ഷിച്ചു ചെല്ല്. അല്ല, ഞമ്മടെ ഉമ്മേനെ ഓട്ടോ ഇടിച്ചല്ല. രക്ഷിക്കൂ, രക്ഷിക്കൂ. ഓട്ടോക്കാരാ, ഞമ്മള് ദുബായിന്ന് വരുമ്പോ ഇങ്ങളെ ഓട്ടോ ഉണ്ട് ഞമ്മളെ ഉമ്മാനെ ഇടിക്കുകയാണോ? എന്ത് ധൈര്യം ഉണ്ടായിട്ടാ ഇങ്ങനെ ചെയ്തേ? ഞമ്മടെ ദുബായിലാണെങ്കി ഇങ്ങള് ചെയ്ത ഈ പണിക്ക് തൂക്കി മയ്യത്താക്കും. നിങ്ങൾ കുറുകെ ചാടിയിട്ട് ഞങ്ങളെ പറഞ്ഞാലെങ്ങനാ? ആരാ കുറുകെ വന്നത്? ഇങ്ങളല്ലേ സ്പീഡില് വന്നത്? ഞമ്മളെ ഉമ്മാനെ ഇടിച്ചിട്ടു. വരും, പോലീസ് സ്റ്റേഷനിൽ പോവാ. നമ്മൾ ഇങ്ങടെ ഓട്ടോക്കെതിരെ കേസ് കൊടുക്കും. എന്താണ് നിന്റെ പ്രശ്നം? അല്ല, ആരാ നിങ്ങള്? ഞമ്മളെ പേര് ഷെയ്ഖ് സൽമാൻ ഖാൻ. ഞമ്മളെ ഉമ്മാന്റെ പേര് പ്രിൻസസ് നൂർജഹാൻ. ഞമ്മള് ദുബായിന്നാ വരുന്നേ. ചാർമിനാർ കാണാൻ വേണ്ടി വന്നതാ. ഇങ്ങളെ ഓട്ടോ ഞമ്മടെ ഉമ്മാനെ ഇടിച്ചിട്ടു. നമ്മൾ നിങ്ങളെ ശബ്ദം ഇവിടെ കേട്ടിട്ടുണ്ട്. നിങ്ങളെ ഭാഷയാണല്ലോ എന്റെ വായിൽ വരുന്നേ. ഞമ്മടെ ഭാഷാനെ ഇങ്ങള് കളിയാക്ക. നിങ്ങളെ കണ്ണ് രണ്ട് കുത്തി പൊട്ടിച്ച് നാക്ക് വറക്കും. നമുക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോവാം. എന്ത് പോലീസ് സ്റ്റേഷനാ? നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? നിങ്ങൾ ദുബായ് ആണെങ്കിൽ ഇത് ഞങ്ങളുടെ നാടാ. നിങ്ങൾ ഇവിടെ വന്നെങ്കിൽ ഇറാനി ചായ കുടിച്ച് ബിരിയാണി തിന്നിട്ട് വേഗം വണ്ടി കയറി പൊയ്ക്കോണം. അതാ നിങ്ങൾക്ക് നല്ലത്. ആട്ടോയുടെ മുന്നിൽ വന്ന് ചാടിയാ എങ്ങനെയാടാ? എങ്ങനെയാന്ന്? മോനെ സൽമാൻ, ഞമ്മക്കൊന്നും പറ്റിയില്ല. ഓരെ വിട്ടേക്ക്. ഓര് ചെയ്ത പാപത്തിന്റെ ഫലം അനുഭവിച്ചോളും. ഈ ശബ്ദവും ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. നിങ്ങളെ ശബ്ദവും കേക്ക ഒരുപോലെ അല്ല. നിങ്ങൾ നമ്മളെ വിട്ടേ, നമ്മള് പോവാ. ഇജി ബാ സൽമാൻ, നിങ്ങൾ പോയേ. നീ ഓടി. അതെ, തനിക്ക് നോക്കി ഓടിക്കാൻ അറിയില്ലേ? നോക്കി തന്നെയാ ഓടിക്കുന്നത് മാഡം. പ്രിസ്ക്രിപ്ഷൻ അമ്മ എടുത്തായിരുന്നല്ലോ അല്ലേ? നമ്മളെഴുതി പ്രിസ്ക്രിപ്ഷൻ അവിടെ വച്ചായിരുന്നല്ലോ. വെച്ചിട്ടുണ്ട് ചേച്ചി. നിർത്ത്. അതെ, നിങ്ങൾ കുറച്ചു നേരം ഇവിടെ വെയിറ്റ് ചെയ്യ്. ഞാൻ പോയിട്ട് ഇപ്പൊ വരാം. ചേട്ടാ, ഈ മരുന്ന് എന്തിനു വേണ്ടിയുള്ളതാണെന്ന് ഒന്ന് നോക്കിയിട്ട് പറയാമോ?
ഗോവിന്ദ ഗോവിന്ദ. എന്താ ചേട്ടാ നിങ്ങൾ എന്നെ എങ്ങനെ നോക്കുന്നത്? ഈ മരുന്നിനെ കുറിച്ച് നിങ്ങൾക്കറിയില്ലേ? ഇത് എന്തിന്റെ പ്രിസ്ക്രിപ്ഷൻ ആണെന്ന് അറിയോ? മരുന്നിന്റെ പ്രിസ്ക്രിപ്ഷൻ അല്ലേ അത്? ഇത് എന്താ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് നിങ്ങൾ തന്നെ നോക്ക്. കൃഷ്ണ ഗുരുവായൂരപ്പ ഗോവിന്ദ ഗോവിന്ദ. ഞാൻ കൊണ്ടുവന്നത് ഈ പ്രിസ്ക്രിപ്ഷൻ അല്ലല്ലോ. നിങ്ങൾ എനിക്ക് തന്നത് ഈ പ്രിസ്ക്രിപ്ഷൻ തന്നെയാ. അയ്യോ, മരുന്നിന്റെ പ്രിസ്ക്രിപ്ഷൻ എന്റെ ബാഗിൽ തന്നെയാണല്ലോ വെച്ചത്. മറ്റേ പ്രിസ്ക്രിപ്ഷന് പകരം ഇതിങ്ങനെ എന്റെ ബാഗിൽ വന്നത്. ഇതെങ്ങനെയാ മാറിയത്? ആ പ്രിസ്ക്രിപ്ഷനിൽ എഴുതിയത് കിട്ടണമെങ്കിൽ നിങ്ങൾ ഒരു സ്ഥലം വരെ പോകേണ്ടി വരും. എവിടെ പോവാനാ? തിരുപ്പതിക്ക്. ആ എന്തായാലും ഷോക്കായി കാണും, തല കറങ്ങി വീണ് കാണും. ഒരുപാട് താങ്ക്സ് ഉണ്ട് ഉണ്ണി. ഇന്ന് നീ ഉണ്ടായിരുന്നതുകൊണ്ട് ഒരു വലിയ അപകടത്തിൽ നിന്നാണ് ഞാൻ രക്ഷപ്പെട്ടത്. ഇളയമ്മ പ്രിസ്ക്രിപ്ഷൻ എടുത്തോണ്ട് പോകുന്നത് നീ കണ്ടിട്ടാത്ത എന്നോട് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ വീട്ടിലിപ്പോ വലിയൊരു പ്രശ്നം ഉണ്ടായേനെ. ഞാനുള്ളത് തന്നെ അമ്മയെ സേവ് ചെയ്യാനല്ലേ അമ്മേ. ഞാനുള്ളപ്പോ അമ്മയ്ക്ക് ഒന്നും സംഭവിക്കില്ല. നീ വലിയ ബുദ്ധിശാലിയാണ് ഉണ്ണി. ഓരോ അമ്മമാർക്കും നിന്നെ പോലൊരു കുഞ്ഞ് ജനിക്കണം. അമ്മമ്മ വന്നു. നമുക്ക് അമ്മമ്മയെ ഒന്ന് കളിയാക്കാൻ വാ അമ്മേ. ഉണ്ണി വേണ്ട, ഇളയമ്മ വെറുതെ വിട്ടേക്ക്. ഇല്ല വസു, ഇളയമ്മ അങ്ങനെ വെറുതെ വിടരുത്. നീ ചെല്ലുണ്ണി. ഹായ് അമ്മമ്മേ. എവിടെയോ പോയിട്ട് വരികയാണെന്ന് തോന്നല്ലോ. പോയ കാര്യം നടന്നോ? ഇല്ലടാ, ഒരു കാര്യം നടന്നില്ല. അതമ്മമ്മയുടെ മുഖം കാണുമ്പോ തന്നെ മനസ്സിലാവുന്നുണ്ട്. അത് ശരി, എന്ത് കാര്യമായിട്ടാ പുറത്തേക്ക് പോയത്? അതൊക്കെ നീ എന്തിനാ അറിയുന്നേ? എല്ലാ കാര്യം നിന്നോട് പറയണോ? ഇളയമ്മേ, നല്ല വെയില് കൊണ്ടിട്ട് വന്നു തോന്നുന്നു. തണുത്ത് കുറച്ച് മോരെടുക്കട്ടെ, ഇല്ലെങ്കിൽ ജ്യൂസോ കൂൾ ഡ്രിങ്ക്സോ എന്തെങ്കിലും എടുക്കട്ടെ. ഇവളെന്താ ആവശ്യത്തിന് ചോദിച്ചാ പോലൊന്നും തരാത്തവള് ഇപ്പൊ ഇങ്ങനെയൊക്കെ വന്നു നിന്ന് ചോദിക്കുന്നേ? വിഷമിക്കാതിരിക്കുക അമ്മമ്മേ. പാവം, ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് വന്നതാന്ന് തോന്നുന്നു. ഒരുപക്ഷേ ഞാൻ മരുന്നിന്റെ പ്രിസ്ക്രിപ്ഷൻ എടുത്തോണ്ട് പോകുന്നത് ഇവരാരെങ്കിലും കണ്ടോ? അതുപോട്ടെ, എന്നാലേ ചീട്ടങ്ങനെ മാറിപ്പോയത്. ആ ദുബായിലെ ആൾക്കാര് വന്നപ്പോഴാ ഞാൻ ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോഴാരെങ്കിലും എടുത്തു മാറ്റിയോ? ആരായിരിക്കും എടുത്തു മാറ്റിയത്? ഒരുപാടൊന്നും ആലോചിക്കണ്ട അമ്മമ്മേ, ഇനി തലവേദന വരും. എന്താ നീ പറഞ്ഞേ? വെയിലത്ത് കറങ്ങിട്ട് വന്നിരിക്കല്ലേ, ചിലപ്പോ തലവേദന വരും. അതുകൊണ്ട് പോയി റെസ്റ്റ് എടുക്കാനാ ഉണ്ണി പറയുന്നേ. ഞാൻ വേറെ എന്തൊക്കെയാടി കേട്ടത്. എന്തോ എല്ലാം നിന്ന് കറങ്ങുന്ന പോലെ തോന്നുന്നു. എന്തു പറ്റി ആന്റി ഡള്ളായിട്ടിരിക്കുന്നേ? നല്ലൊരു ചാൻസ് ഒത്തു വന്നതായിരുന്നടി, അത് മിസ്സായിപ്പോയി. നല്ല ചാൻസോ? മനസ്സിലാവുന്നില്ലടി. ആന്റി കണ്ടത് മരുന്നിന്റെ കുറിപ്പ് തന്നെയാണോ? അത് മരുന്നിന്റെ ചീട്ട് തന്നെയായിരുന്നു. അതിൽ വസുവിന്റെ പേരും ഉണ്ടായിരുന്നു. ഇന്നലത്തെ ഡേറ്റ് ആയിരുന്നു അതിൽ എഴുതിയിരുന്നത്. വസു എടുത്ത് ഇന്നലെ വീട്ടിൽ തന്നെയാണല്ലോ ഉണ്ടായിരുന്നത്, പുറത്തെങ്ങും പോയിട്ടേ ഇല്ല. കുറച്ചു നേരത്തിന് മുമ്പേ ഭാവന ഉണ്ണി എങ്ങാനും പുറത്തു പോയായിരുന്നോ? ഇല്ല, ഞാൻ നോക്കുമ്പോ വീട്ടിൽ തന്നെയായിരുന്നു.
എവിടെയോ എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോടി, എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ആന്റി എന്തോ കണ്ട് വേറെ എന്തോ ആണെന്ന് വിചാരിച്ചിരിക്കുക. അതെല്ലാം വിട്ടേക്ക്, എന്നിട്ട് ഹാപ്പി ആയിട്ടിരിക്കെ. ഇല്ലല്ല, അവക്കൊരു പണി കൊടുക്കുന്നത് വരെ ഞാൻ വെറുതെ ഇരിക്കില്ല. ആ മുഴുവൻ നിറയായിരുന്നു. ദാ ഈ ജ്യൂസ് കുടിക്ക്. ഇപ്പൊ എന്തിനാ ഉണ്ണി? കുടിക്കാനല്ലേ പറഞ്ഞ്, കുടിക്ക്. മതി ഉണ്ണി, വയറ് നിറഞ്ഞ ഈ ജോലികളൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ എന്ത് ജോലി ചെയ്യാൻ പോവാ? ഈ തുണികളൊക്കെ എന്നോട് വാഷ് ചെയ്യാൻ പറഞ്ഞിരിക്കുക. എന്താ, തുണി കഴുകാൻ പോവാണെന്നോ? വാഷിംഗ് മെഷീൻ കേടായി പോയില്ലേ ഉണ്ണി? വേണ്ടമ്മേ, അമ്മ തുണി കഴുകാൻ നിന്നാ വയറ്റിലുള്ള കുഞ്ഞുവാവയ്ക്ക് ദേഷ്യം വരും. ഇതൊന്നും കഴുകിയില്ലെങ്കിലേ അമ്മയ്ക്ക് ദേഷ്യം വരും. ഒരു കാര്യം ചെയ്യാം, അമ്മ അങ്ങനെ തന്നെ ഇരിക്കെ, ഞാൻ തുണിയൊക്കെ കഴുകി തരാം. വേണ്ട ഉണ്ണി, മുത്തശ്ശി കണ്ടാ പിന്നെ അത് മതി വഴക്കിന്. അങ്ങനെയൊന്നും തോന്നില്ല അമ്മേ, മുത്തശ്ശി വരുന്നതിന് മുമ്പ് മുഴുവൻ ഞാൻ കഴുകിയേക്കാം. നീ കൊച്ചുകുട്ടിയല്ലേ, നീ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നേ? എന്റെ അനിയന് വേണ്ടിട്ടല്ലേ. നിന്നെ കൊണ്ട് വാഷ് ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന ജോലികളല്ലേ, ഞാൻ തന്നെ ചെയ്തോളാം. ഞാൻ കഴുകാന്നല്ലേ പറയുന്നേ. ശരി, ഞാൻ തുണികളെ സോപ്പിട്ട് തരാം, നീ അത് കഴുകിയെടുത്താ മതി. ശരി. ഇതുവഴി പോരാമോ? കളിച്ചിരി കൂടാനായി ചെറുതണലേ നറുമഴയേ, ചെറുതണലേ നറുമഴയേ വരുമോ? ഇതുവഴി ഇനി വരുമോ? ഇതുവഴി പോരാമോ? അമ്മേ, അമ്മയുടെ മൂക്കില് സോപ്പ് പത ഇരിക്കുന്നു. അമ്മയെ കണ്ടിട്ട് എനിക്കിപ്പൊ ചിരിയാ വരുന്നേ. ഓഹോ, അങ്ങനെയാണോ? ഇപ്പൊ ശരിയാക്കി തരാം. നിന്നെ കണ്ടാലും എനിക്കിനിപ്പോ ചിരി വരും. ഇതുവഴി ഇനി വരുമോ? അച്ഛൻ എപ്പോഴാ വന്നേ? ഇപ്പൊ വന്നതേ ഉള്ളൂ. രണ്ടുപേരും എന്ത് ചെയ്തോണ്ടിരിക്കുക? ഞാൻ തുണികൾ വാഷ് ചെയ്യായിരുന്നു ഏട്ടാ.
ഞാൻ തുണികൾ സോപ്പിട്ട് കൊടുക്കുന്നു, ഉണ്ണി അത് കഴുകുന്നു. അല്ല, ഇവിടുത്തെ വാഷിംഗ് മെഷീൻ എന്ത് പറ്റി? കേടായി പോയേട്ടാ. ശരിയാക്കാൻ വരുന്നവര് നാളെ വരുന്ന പറഞ്ഞേ. ഈ അവസ്ഥയിൽ എന്തിനാ താനിപ്പോ തുണി കഴുകുന്നേ? ഏട്ടത്തിയോട് ഹെൽപ്പ് ചോദിക്കായിരുന്നില്ലേ? ചേച്ചിക്ക് ജോലിയുണ്ട് അടുക്കളയില്. കുറച്ച് തുണികളല്ലേ ഉള്ളൂ, ഇരുന്നല്ലേ ജോലി ചെയ്യുന്നേ. പാടില്ല. ഈ സമയത്ത് താൻ ഇങ്ങനെയുള്ള ജോലികളൊന്നും ചെയ്യാൻ പാടില്ല. നാളെ മുതൽ ജോലിക്ക് ഒരാളെ വയ്ക്കാം. അയ്യോ വേണ്ട ഏട്ടാ, അപ്പൊ തന്നെ അമ്മയ്ക്ക് സംശയം തോന്നും. അമ്മയുടെ കാര്യങ്ങൾ പറയുന്നത് വരെ ഒന്ന് സമാധാനിക്ക്. അപ്പൊ താൻ അതുവരെ ഇങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കാൻ പോവുകയാണോ? ഇതിലെന്ത് ബുദ്ധിമുട്ടാ ഉള്ളത്? എനിക്കിതൊരു എക്സസൈസ് ആയിട്ടേ തോന്നുന്നുള്ളൂ. ഞാൻ അമ്മയ്ക്ക് ഹെൽപ്പ് ചെയ്തോളാം അച്ഛാ. അച്ഛൻ പോയി ഫ്രഷ് ആയിക്കോ. എന്തോ വർക്ക് ഉണ്ടെന്നല്ലേ അച്ഛൻ പറഞ്ഞേ? പോയാ വർക്ക് ചെയ്തോ? ഇല്ല ഉണ്ണി, ഞാനും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. ഏട്ടൻ എന്താ ചെയ്യാൻ പോകുന്നേ? ഞാൻ തുണി കഴുകി തരാം. ഏട്ടൻ ഇത്തരം ജോലികളൊന്നും ചെയ്യണ്ട. എന്തോന്ന് ചീ? ദേ ഉണ്ണി ചെയ്യുന്നുണ്ടല്ലോ. അവനൊരു ചെറിയ കുട്ടിയല്ലേ, പക്ഷെ ഏട്ടനൊരു വലിയ ഇവന്റ് മാനേജർ അല്ലേ. അതെല്ലാം ഓഫീസില്. ഇവിടെ ഞാൻ തന്റെ ഹസ്ബൻഡ് മാത്രമാണ്. വൈഫിനെ ഹെൽപ്പ് ചെയ്യുന്നത് ഹസ്ബൻഡായ എന്റെ കടമയാണ്. എന്നാലും വേണ്ട ഏട്ടാ. അതെന്താ? തന്റെ മകന് തന്നെ ഹെൽപ്പ് ചെയ്യാം, ഭർത്താവായ എനിക്കെന്താ ഹെൽപ്പ് ചെയ്തൂടെ? ഏട്ടനോട് സഹായം ചോദിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. തന്നെ സഹായിക്കുന്നത് എനിക്കിഷ്ടമാണ്. അത് വേണ്ട ഏട്ടാ. താൻ ഒന്നും പറയണ്ട, ജസ്റ്റ് ചെയ്ത്. എഴുന്നേക്ക്, എഴുന്നേക്ക്. ഇതുവഴി ഇനി വരുമോ? വഴിയേറെ വാ പോകാമിനി ചില ദൂരം ഈ കാറ്റിൻ വഴി ഇതിലേ വാ ഇനി കൂട്ടാകും. ഇങ്ങ് തന്നേക്കച്ചാ, ഞാൻ കഴുകി തരാം. എരിയുമീ കരയിൽ വീണുടയുമൊരു ചെറുനീർമണി തിരികെ നീ കൊതിയോടെ വരൂ കടലിലാ. ഇതുവഴി പോരാമോ? അച്ഛാ, ചെറുതണലേ നറുമഴയേ ചെറുതണലേ വസുന്ധരെ, എന്തു പറ്റി? എന്താ കണ്ണു നിറഞ്ഞിരിക്കുന്നത്? എത്ര നല്ലൊരു ഭർത്താവ്, എത്ര നല്ലൊരു മകൻ. ഈ ഭാഗ്യം ഒരു സ്ത്രീക്കും കിട്ടില്ല. ആ ഭാഗ്യം എനിക്ക് മാത്രം കിട്ടിയ. തന്നെ പോലൊരു അമ്മയും കുഞ്ഞിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. താൻ എന്റെ ജീവിതത്തിലേക്ക് വന്നതും ഉണ്ണി എനിക്ക് മകനായി കിട്ടിയതും ഇത് രണ്ടും എന്റെ മഹാഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. നിങ്ങളെപ്പോലെ നല്ല പാരന്റ്സിനെ കിട്ടിയത് എന്റെ ഭാഗ്യ അച്ഛാ. ഐ ആം വെരി ഹാപ്പി. ഇനി എത്രയും പെട്ടെന്ന് തന്നെ ശരിക്കും ലക്കിയാ. എന്താന്ന് വെച്ചാ അവനൊരു ഏട്ടനും 2 ചേച്ചിമാരും ഉണ്ട്. അവൻ എന്ത് വേണമെങ്കിലും ഞങ്ങള് 3 പേരും നോക്കിക്കോളാം. അവൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അനുവും കീർത്തി അവനെ റെഡിയാക്കും. ഞാൻ അവന്റെ കൂടെ കളിക്കും. അനിയന് പകരം അനിയത്തിയാണ് ജനിക്കുന്നതെങ്കിൽ എനിക്ക് അനിയനാ വേണ്ടേ. എന്താന്ന് വെച്ചാ എനിക്ക് ഓൾറെഡി 2 അനിയത്തിമാരുണ്ടല്ലോ. അനിയത്തിമാർക്കും ഒരു അനിയനാ വേണ്ടത്. അതെന്താന്ന് വെച്ചാ അവർക്ക് ഏട്ടനായിട്ട് ഞാനുണ്ടല്ലോ. അനിയനാണെങ്കിലും അനിയത്തിയാണെങ്കിലും നല്ല പോലെ നോക്കണം.
അഖിൽ സാർ, അഖിൽ സാർ. അഖില് കടമായിട്ട് 10 ലക്ഷം രൂപ എന്നോട് ചോദിച്ചിരുന്നു. അഖിൽ സാർ, നിങ്ങൾ ചോദിച്ചിരുന്ന പണം കൊണ്ടുവന്നിട്ടുണ്ട്. ഒരുപാട് നന്ദിയുണ്ട്. സ്വത്തിന്റെ ഭാഗ്യം ചോദിക്കാൻ പറഞ്ഞപ്പോ ഇവരെന്തിന്റെ കടം വാങ്ങിക്കുന്നേ? അത് തന്നെ ആന്റി എനിക്ക് മനസ്സിലാവാത്തത്. ആ എന്ത് നടന്നാലും അത് നമുക്ക് നല്ലതല്ലേ? പണം തരുന്നതിന് മുമ്പ് വീട്ടിലുള്ള എല്ലാവരോടും ഈ ഡോക്യുമെന്റ്സ് ഒന്ന് ഒപ്പിട്ട് വാങ്ങി എനിക്ക് തരണം. എന്തിനാ എല്ലാവരും അതിൽ ഒപ്പിടുന്നേ? അഖിൽ സാറ് ഈ വീട് പണയപ്പെടുത്തിയാണ് എന്നോട് കടം വാങ്ങുന്നത്. അതുകൊണ്ടാ സൈൻ ചെയ്യാൻ പറഞ്ഞത്.